ചെറുതാക്കി അതിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് ഡെന്റൽ ഇംപ്ലാന്റ്സ്? നമ്മൾ സാധാരണഗതിയിൽ ഈ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഈ രാഗി ചെറുതാക്കുന്ന പല്ലുകൾക്ക് കാലക്രമേണ കേടുവരാൻ സാധ്യതയുണ്ട്. പിന്നീട് അതിന് വേരിൻ്റെ ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇംപ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ കൃത്രിമമായിട്ടുള്ള ടൈറ്റേനിയത്തിൻ്റെ ഒരു വേര് നമ്മൾ എല്ലിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലെ പല്ല് പിടിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെ തരം പേഷ്യൻസിൽ നമുക്ക് ഇംപ്ലാന്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ അസ്ഥിയുടെ വളർച്ച ഏകദേശം ഒരു 18 വർഷം 20 വയസ്സാകുമ്പോഴാണ് തീരുന്നത്. അപ്പോൾ 18 മുതൽ 20 വർഷത്തിന് മേലെ എല്ലാവർക്കും നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ് സേഫായിട്ട് ചെയ്യാൻ സാധിക്കും. മേലത്തെ പ്രായപരിധി എത്ര എന്നില്ല 80, 90 വയസ്സ് 100 വയസ്സിലൊക്കെ പേഷ്യൻസ് നമ്മൾ ഇംപ്ലാന്റ്സ് സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇംപ്ലാന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ വരാൻ സാധിക്കുന്ന കേസസ് 1-2 കേസസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹ രോഗികൾ, അൺകൺട്രോൾഡ് ഡയബറ്റിസ്, അങ്ങനെ വരുന്ന പേഷ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ 3 മാസത്തെ ബ്ലഡ് ലെവൽ നോക്കണം. HbA1c ലെവൽ ചെക്ക് ചെയ്തിട്ട് അത് ഒരു 8-ന് താഴെയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്യാൻസർ പോലത്തെ പേഷ്യൻസിന് റേഡിയേഷൻ നൽകിയിട്ടുള്ള പേഷ്യൻസിന് ഇംപ്ലാന്റ്സ് സാധാരണ നമ്മൾ ചെയ്യാറില്ല. ബാക്കിയൊക്കെ ഒരു 90% കേസസിലും നമുക്ക് ഇംപ്ലാന്റ്സ് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ പെയിൻഫുൾ ആയിരിക്കുമോ, വേദന ഉണ്ടാവുമോ, എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ, ടോക്സിക് ആവുമോ എന്നൊക്കെയാണ്. വളരെ സേഫായിട്ട് നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ്സ് ചെയ്തു വരുന്നുണ്ട്. അതിനിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ലോക്കൽ അനസ്തീഷ്യ തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പല്ലെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന അനസ്തീഷ്യ തന്നെയാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. 90% കേസസും നമ്മൾ ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ മാഹി ഡെന്റൽ കോളേജിൽ നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ഇംപ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക.